ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ റോസ് വേൾഡ്. ഇന്ന് നമുക്ക് കണ്ണിൻ്റെ ചതവിന് മരുന്ന് തയ്യാറാക്കാം. കണ്ണിൻ്റെ ചതവെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ തട്ടുകൾക്ക് ഉള്ള മരുന്നും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചതവുകൾ വരുമ്പോൾ കണ്ണിന് നല്ല ഒരു സൈഡിലായിട്ട് റെഡ് കളറിൽ വരും. കണ്ണിന് ഉണ്ടാകുന്ന ചതവിനുള്ള മരുന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞങ്ങളിത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ മരുന്നുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൽ അല്പം കൂടിയ ചതവ്, കാരണം കണ്ണിനൊക്കെ അല്പം ചുമന്ന് ഇരിക്കും കണ്ണ് തട്ടിക്കഴിയുമ്പം ചെറുതായിട്ട്. അപ്പോൾ അതിന് നമുക്ക് ഉണ്ടാക്കുന്ന മരുന്നും അതുപോലെ തന്നെ ചെറിയ ഇപ്പം കൈയെല്ലാം തട്ടി, കുഞ്ഞു പിള്ളേരുടെ കൈയൊക്കെ തട്ടും, നമ്മുടെ കൈ തട്ടും, അങ്ങനെ കണ്ണിന് ചെറിയ ചതവുണ്ടാകും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മരുന്നും അതുപോലെ തന്നെ ഇച്ചിരി കൂടിയ ചെറിയ തട്ട് വരുമ്പോഴത്തേക്കും അല്പം കണ്ണിന് റെഡ് കളറൊക്കെ വരും, അതിനുള്ള മരുന്നുമാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കണ്ണിൽ ചെറിയ ചതവ് വരുമ്പോഴത്തേക്കും ഈ ചെറുതായിട്ട് ഇച്ചിരി ചുമ വരും കണ്ണിന്. അപ്പം നമുക്ക് ആദ്യം അതിനുള്ള മരുന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പ്ലാവില ഞെട്ടാണ്. പഴുത്ത പ്ലാവിൻ്റെ ഞെട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 7 പഴുത്ത പ്ലാവില ഞെട്ട് കൊണ്ടാണ് നമുക്ക് മരുന്ന് തയ്യാറാക്കേണ്ടത്. ഈ 7 പ്ലാവില ഞെട്ടും നമ്മൾ ഞെട്ടെടുക്കണം. ഞെട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വെള്ള തുണി എടുത്തതിന് ശേഷം, അതിൽ പൊടിയൊന്നും പറ്റരുത്, നല്ല തുണിയായിരിക്കണം. ആ തുണിയിലേക്ക് നമ്മൾ പ്ലാവില ഞെട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ചതയ്ക്കണം. ഇതുപോലെ പതുക്കെ ഒന്ന് ചതച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി കേട്ടോ, ഒരുപാട് ചതയ്ക്കണ്ട. ഇതുപോലെ ഒന്ന് ചതയ്ക്കണം. ഇപ്പോൾ ഞാൻ പ്ലാവില ഞെട്ടൊന്ന് ചതച്ചിട്ടുണ്ട്. ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കിഴി കെട്ടും. പ്ലാവില ഞെട്ട് കൊണ്ട് നമ്മൾ ഞെട്ട് വെച്ച് ഇതുകൊണ്ട കിഴി കെട്ടി. ഇങ്ങനെ കിഴി കെട്ടിയതിന് ശേഷം കണ്ണിന് നമ്മൾ ഒഴിക്കുന്നത്, കണ്ണിന് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ വന്നാൽ ഒഴിക്കുന്നത് മുലപ്പാലാണ്. ഒരു അല്പം മുലപ്പാൽ ഉണ്ടെങ്കിൽ അത് ഇതിൽ എടുക്കണം. എടുത്തതിന് ശേഷം ഈ കൈവെള്ളയിൽ നമ്മളത് ഒഴിക്കണം. ഒരു 5 തുള്ളി മതി മുലപ്പാൽ. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കിഴി കെട്ടിയതെടുത്ത് ഇതുണ്ട് ചതച്ച്, പ്ലാവില ഞെട്ടി ചതച്ച് വെച്ച് കിഴി കെട്ടിയെടുത്തിരിക്കുന്നതാണ്. അത് നമ്മളെടുത്ത് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ അല്പം ഇട്ട് ഇതുപോലെ അല്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് പിഴിഞ്ഞ് കണ്ണിലൊഴിച്ചാൽ മതി. രാവിലെ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി. ഒരു പ്രാവശ്യം ഒഴിക്കുമ്പോൾ തന്നെ കണ്ണിൻ്റെ ആ ചതവിനുള്ള മരുന്നായി. പിന്നെ നമ്മൾ ഒഴിക്കുകയൊന്നും വേണ്ട. ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കണ്ണിൻ്റെ ചതവിനുള്ള മരുന്നായി, അത് മാറും. പിന്നെ വേറൊന്നും ചെയ്യണ്ട. ഇങ്ങനെയാണ് പ്ലാവില ഞെട്ടുകൊണ്ട് കണ്ണിൻ്റെ ചതവിനുള്ള മരുന്ന് തയ്യാറാക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു മരുന്ന് പറഞ്ഞു തരാം. തുണി കൊണ്ടുള്ള ചികിത്സയാണ്. ഇതുപോലെ കണ്ണിന് ചെറിയ ചതവുകൾ കിട്ടുമ്പോൾ കൈ കൊണ്ട് ചതയും, പിന്നെ കുഞ്ഞു മക്കളുടെ കൈ നമ്മുടെ കണ്ണിൽ കൊള്ളുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ചെറിയ ചതവുകളുണ്ടാകും. അതുപോലെ ഏതെങ്കിലും തരത്തിൽ കണ്ണ് ചതഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു മരുന്നാണ് ഈ തുണി കൊണ്ടുള്ള ഒരു മരുന്ന്. അപ്പോൾ നമ്മളിതുപോലെ കണ്ണിന് ചതവ് പറ്റിയാൽ ഉടനെ തന്നെ, കുട്ടികൾക്കാകാം മുതിർന്നവർക്കാകാം ആർക്കെങ്കിലും കണ്ണിന് ഇതുപോലെ ചതവ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഏതെങ്കിലും തുണി മതി. ഇപ്പോൾ വെള്ളത്തുണി വേണമെന്നും ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ തോർത്തോ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായാലും എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മളിതുപോലെ തുണി ഇതുപോലെ ചുരുട്ടിയെടുക്കണം, കട്ടിയായിട്ടെടുക്കണം. ഇങ്ങനെ കട്ടിയായിട്ട് എടുത്തതിന് ശേഷം നമ്മളിത് പെട്ടെന്ന് തന്നെ വായിൽ വെക്കുന്നു. വായിൽ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഊതുന്നു. വാ അടച്ച് വെച്ച് ഈ തുണി വായിക്കകത്ത് വെച്ച് നമ്മളിങ്ങനെ ഊതുന്നു, തുണിയിലേക്ക് ഊതുന്നു. ഉടനെ തന്നെ നമുക്ക് ഒരു 2 സെക്കൻഡ് നമ്മളിങ്ങനെ ഊതുന്നു. ഊതിയ ഉടനെ തന്നെ ഈ തുണി എടുത്ത് കണ്ണിലോട്ട് വയ്ക്കുന്നു. അങ്ങനെ വെച്ച് കഴിയുമ്പം കണ്ണിന് ചെറിയ ചൂട് കിട്ടും. വായിലെ ചൂട് കണ്ണിലേക്ക് നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ ചെറിയ ചൂടാണ് കണ്ണിന് ചൂട് പിടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ ചതവുകളെല്ലാം ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ തന്നെ ചതവുകൾ മാറിക്കിട്ടും. കണ്ണിന്
കണ്ണിൻ്റെ ആ ചതവ് പെട്ടെന്ന് തന്നെ മാറി സുഖപ്പെടും. അപ്പം നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മരുന്നാണല്ലോ ഇത്. അതുകൊണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കണ്ണിന് ചെറിയ ചതവ് പറ്റിയാൽ ഉടനെ തന്നെ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത വളരെ ഈസി ആയിട്ടുള്ള ഈ മരുന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. കൊച്ചു കുട്ടികൾക്ക് തുടങ്ങി മുതിർന്ന വലിയ ആൾക്കാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മരുന്നാണിത്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഇതുപോലെ കണ്ണ് ചെറിയ ചതവോ എന്നേലും പറ്റിയാൽ ഉടനെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണം. താങ്ക്